ഹലോ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൈപ്പിംഗ് മാസ്റ്റർ എന്നുള്ള ഒരു ആപ്ലിക്കേഷനെയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ മുകളിലായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല എന്നുള്ളത് കൊണ്ട് ഇൻസ്റ്റാളിന്റെ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ സ്വയം ഇൻസ്റ്റാൾ ചെയ്യും എന്ന് കരുതുന്നു. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താണ് ആപ്ലിക്കേഷന്റെ ഉപയോഗം എന്ന് നമുക്ക് ആദ്യം ഒരു ചെറിയ രീതിയിൽ നമുക്ക് പറയാം. നിങ്ങൾ പലരും കണ്ടു കാണും, ചില ആളുകളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ വളരെയധികം മിന്നുന്ന വേഗതയിൽ കമ്പ്യൂട്ടറിന്റെ കീബോർഡുകൾ അവർ എൻ്റർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അവർ കമ്പ്യൂട്ടറിന്റെ കീബോർഡിലേക്ക് നോക്കുക പോലും ചെയ്യാതെ വളരെയധികം വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടു കാണും. അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതുപോലുള്ള വളരെയധികം വേഗത്തിൽ കീബോർഡ് കൈകാര്യം ചെയ്യുന്നതായിട്ട് നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടൈപ്പിംഗ് മാസ്റ്റർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, ഇതുപോലെയായിരിക്കും. നിങ്ങൾ ഇവിടെയായിട്ട് നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം എൻ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. സ്റ്റഡിയിങ്, ടൈപ്പിംഗ് മാസ്റ്റർ, കസ്റ്റമർ റിവ്യൂ, ടൈപ്പിംഗ് ടെസ്റ്റ്, ഗെയിംസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സെറ്റിംഗ്സ്, എബൌട്ട് എന്നീ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഓരോ ഭാഗങ്ങളും നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. ഞാനിപ്പോൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഞാനിപ്പോൾ ഏകദേശം വശം മാത്രം ഇതിനകത്ത് കാണിച്ചു തരികയാണ്. നമ്മൾ ആദ്യമായിട്ട് സ്റ്റഡിയിങ് എന്നുള്ള ഫസ്റ്റ് ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് കോഴ്സ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാം 12 കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമായിട്ട് കാണാൻ സാധിക്കും. 12 പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. സ്റ്റാർട്ട് നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് 12 ലെസൺസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 12 പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ദ ഹോം എന്നുള്ള ഭാഗമാണ് നിങ്ങൾക്കത് ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു വിശദീകരണമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളത് സ്വയം ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ലെസൺ 2ലേക്ക് കിടക്കുകയാണ്. 2ാം പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കുകയാണ്. അതിനകത്ത് ആദ്യമായിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് 6 ഓപ്ഷനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ന്യൂ കെ എന്നുള്ള ഭാഗമാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുക. ഇ ആൻഡ് ഐ എന്നീ 2 ബട്ടണുകൾ നമുക്ക് എങ്ങനെയാണ് വളരെയധികം വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പാഠഭാഗം. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ചെറിയൊരു ഏകദേശ രൂപം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് 2 കൈപ്പത്തികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒപ്പം 2 കൈപ്പത്തികളുടെ 2 വിരലുകൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കീബോർഡിൽ തന്നെ ഇയും ഐയും ഗ്രീൻ കളറിൽ മാർക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് മാർക്ക് ചെയ്തിരിക്കുന്ന ഇ എന്നുള്ള ബട്ടൺ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഭാഗം കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇ എന്നുള്ള ഭാഗം ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രീറ്റ് എന്ന് കാണാൻ സാധിക്കും. ഐ എന്നുള്ള ഭാഗം കൊടുക്കാം. ഗുഡ് എന്നുള്ള ഭാഗം കാണാം. നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും 94% നിങ്ങൾ ഏകദേശം ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കൂടുതൽ അക്ഷരങ്ങൾ നിങ്ങൾക്ക് വന്നായിട്ട് കാണാൻ സാധിക്കും. മുകളിലായിട്ട് DE സ്പേസ് DE സ്പേസ് KI സ്പേസ് KI സ്പേസ്. നമുക്ക് ഇടത് വിരൽ കൊണ്ട് D പ്രസ് ചെയ്യാം, E പ്രസ് ചെയ്യാം, സ്പേസ് പ്രസ് ചെയ്യാം. അടുത്തായിട്ട് വീണ്ടും D പ്രസ് ചെയ്യാം, E പ്രസ് ചെയ്യാം, സ്പേസ് കൊടുക്കാം. ശേഷം K കൊടുക്കാം. ഇപ്പോൾ റോങ് ആൻസർ വന്ന സമയത്ത് നോക്കാൻ നിങ്ങൾക്ക് അവിടെയായിട്ട് റോങ് വന്നായിട്ട് കാണാൻ സാധിക്കും. I കൊടുക്കാം, സ്പേസ് കൊടുക്കാം. വീണ്ടും K കൊടുക്കാം, I കൊടുക്കാം, സ്പേസ് കൊടുക്കാം. നിങ്ങൾക്ക് അത് ഭാഗം പൂർത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഏകദേശം ഒരു വിശദീകരണമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. വേൾഡ് ഡ്രിൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെയായിട്ട് IF എന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വലത് കൈ മാത്രമാണ് ആക്റ്റീവ് ആയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ I കൊടുക്കുക, F കൊടുക്കുക, വീണ്ടും I കൊടുക്കുക, സ്പേസ് കൊടുക്കുന്നു, I എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു, F കൊടുക്കുന്നു, സ്പേസ് കൊടുക്കുന്നു, I എന്നുള്ള ഭാഗം കൊടുക്കുന്നു, F കൊടുക്കുന്നു. ഇപ്പോൾ നോക്കാം നിങ്ങൾക്ക് എവിടെയായിട്ട് അടുത്ത ഭാഗം വന്നായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇടത് വിരൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. E കൊടുക്കുക, E കൊടുക്കുക, L കൊടുക്കുക, സ്പേസ് കൊടുക്കുക, EL സ്പേസ്, വീണ്ടും EL സ്പേസ്. ഓക്കെ. അടുത്തായിട്ട് അടുത്ത ഭാഗം നിങ്ങൾക്ക് വന്നായിട്ട് കാണാൻ സാധിക്കും. LED. ഓക്കെ. നമുക്ക് ഇതുപോലെ ഒരുപാട് ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ അത് പൂർത്തീകരിക്കുക. നെക്സ്റ്റ് എന്നുള്ള ഭാഗം ഞാനിപ്പോൾ കൊടുക്കുകയാണ്. ഓക്കെ ഞാൻ കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സെന്റൻസുകൾ, ഒരുപാട് ലെസൺസുകൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അടുത്ത ലെസൺസ് 3ലേക്ക് പോകുന്നതിനായിട്ട് വീണ്ടും അടുത്ത ഭാഗം ക്ലിക്ക് ചെയ്യുക. ന്യൂ K R and U എന്നാണ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. നെക്സ്റ്റ് എന്നുള്ള ഭാഗം കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. ശേഷം R, അടുത്തായിട്ട് U. ഇപ്പോൾ എക്സലന്റ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ട ഒരുപാട് ഓപ്ഷനുകൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധ്യമാണ്. ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക.
ഞാനിപ്പോൾ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് എല്ലാ ലിസൺസുകളും എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്നാൽ ഒരുപാട് സമയം നിങ്ങൾക്ക് ഒരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ 2 ക്ലാസ് കൊണ്ടോ എനിക്ക് തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്റെ ആവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക. നിർത്തുന്നു. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.